MLA രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് MLA ഓഫീസിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറിച്ചിട്ട SFI പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു. പൊതുപ്രവർത്തകന്റെ സ്വാധീനവും സ്വാതന്ത്ര്യവും യുവതികൾക്ക് നേരെ ഉപയോഗിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് ആവശ്യപ്പെട്ടു. ഈ മണ്ഡലത്തിൽ ഒട്ടനവധി വികസന പ്രശ്നങ്ങളും വർഗീയ പ്രശ്നങ്ങളും സംഘപരിവാറിന്റെ ഇടപെടലും ഒക്കെയുള്ള ഈ മണ്ഡലത്തിൽ ഇതിനൊക്കെ ഇയാൾക്ക് എപ്പോഴാണ് സമയം കിട്ടുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ സംശയം. മറ്റൊന്ന്, ഇത് കേവലം ഒരു കോഴി വർത്താനത്തിൽ മാത്രം അവസാനിപ്പിക്കേണ്ടതല്ല. പ്രധാനമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, അയാൾ ഒരു പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റ് ആണ്. അയാൾ മർഡറാണ്. ഒട്ടനവധി കുഞ്ഞുങ്ങളെ, ഗർഭസ്ഥ ശിശുക്കളെ കൊലപ്പെടുത്തിയിട്ടുള്ള സ്ത്രീത്വത്തെ അംഗീകരിക്കാത്ത അങ്ങേയറ്റം മലീമസമായ മനുഷ്യനാണ്. അയാളെ എങ്ങനെ ഒരു കോഴി എന്ന് വിളിക്കാൻ കഴിയും? അയാൾ കോഴിയല്ല, മറിച്ച് പെൺകുട്ടികളെ വിവാഹ വാഗ്ദാനം നൽകി അവരെ പീഡിപ്പിച്ച് അവർ ഗർഭിണിയായപ്പോൾ അതിനെ ഇല്ലാതാക്കണമെന്ന് ആവശ്യപ്പെടുന്ന മർഡറാണ്. ഇന്ത്യയിലും ലോകത്തും ഇതുപോലൊരു ഇഷ്യൂ ഇന്നേ വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിട്ട് ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകർക്കോ നമുക്കോ അറിയില്ല. യുവതികളോട് മോശമായി പെരുമാറിയ രാഹുലിനോട് സ്ത്രീ സമൂഹം ക്ഷമിക്കില്ല. രാഹുലിനെതിരെ നടപടിയെടുക്കുന്നതിൽ യൂത്ത് കോൺഗ്രസ് നേതൃത്വം മടിക്കുന്നത് കുറ്റവാളിയെ സംരക്ഷിക്കലാണ്. രാഹുലിനെതിരെ സോണിയാഗാന്ധിക്ക് 1 ലക്ഷം കത്തയക്കുമെന്നും സഞ്ജീവ് പറഞ്ഞു. കോട്ടമൈതാനത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് MLA ഓഫീസിനകലെ പോലീസ് തടഞ്ഞു. SFI ജില്ലാ പ്രസിഡന്റ് VV അഭിഷേക് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം സയ്യിദ് മുഹമ്മദ് സാദിഖ്, VS അനുജ, ജില്ലാ സെക്രട്ടറി S വിപിൻ, ജിഷ്ണു, സത്യൻ എന്നിവർ സംസാരിച്ചു. ലോകത്തെ പ്രധാനപ്പെട്ട ജയിലിന്റെ ഉള്ളിലാണ്, അവരൊക്കെ ജയിലിന്റെ ഉള്ളിലാണ്. പ്രധാനപ്പെട്ട കുറ്റവാളികൾ, ഇത്തരത്തിൽ കൊലപാതകങ്ങൾ ചെയ്തവർ, ഇത്തരത്തിൽ സ്ത്രീകളെ അപമാനിച്ചവർ, ഇവരൊക്കെ ഗോവിന്ദചാമി തൊട്ട് ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളിൽ ഇവരൊക്കെ ജയിലിലാണ്. അതുകൊണ്ടാണ് ഏറ്റവും പുരോഗമന സമൂഹം എന്ന് വിളിക്കുന്ന അമേരിക്കയിലേക്ക് ഒരു പരിപാടിക്ക് ക്ഷണിച്ചിരുന്ന ഇയാളെ ഇനി അങ്ങോട്ടേക്ക് വരരുത്, ദയവ് ചെയ്ത് അങ്ങോട്ടേക്ക് വരരുത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ പരിപാടിയിൽ നിന്ന് പോലും പുറത്താക്കിയിട്ടുള്ളത്. അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇന്നലെ കേരളത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുന്നിൽ വെച്ച് അദ്ദേഹം കേരളത്തിലെ മാധ്യമങ്ങളെ കാണുന്ന നിലയുണ്ടായി. ഞങ്ങൾ സഹോദരിയുള്ള, അമ്മയുള്ള, പെങ്ങന്മാരുള്ള എല്ലാവർക്കും തോന്നുക അയാൾ പറയുന്ന ഓരോ കള്ളത്തിനും അയാളുടെ മുഖത്തു നോക്കി ഒരു അടിയെങ്കിലും കിട്ടുന്നതാണെന്നുള്ള അവസാനത്തെ ആഗ്രഹമാണ്. അങ്ങനെ തോന്നിയവരാണ് ഇന്നലത്തെ വീട്ടിലിരിക്കുന്ന ഓരോരോ വീട്ടിലെ അമ്മമാരും സഹോദരിമാരും. ഇങ്ങനെ മുഖത്തു നോക്കി പച്ച കള്ളം പറയുന്ന ഒരു MLAക്ക് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ കഴിയുമോ? ഇവിടെ കൂടിയിരിക്കുന്ന, പുറകിൽ കൂടിയിരിക്കുന്ന പ്രവർത്തകരായിട്ടുള്ള ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ പരിശോധിക്കേണ്ടത് നിങ്ങളുടെ രാഷ്ട്രീയത്തിന്, കോൺഗ്രസ് രാഷ്ട്രീയത്തിന് വന്നിട്ടുള്ള ഈ മലീമസമായിട്ടുള്ള അവസ്ഥയാണ്. നിങ്ങൾ എങ്ങനെ ചുരുങ്ങിയിരിക്കുന്നു എന്ന ബോധ്യമാണ്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയ വിഷയങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇയാളെ പോലുള്ള ഒരാൾക്ക് 9-ൽ കൂടുതൽ പരാതി ഇയാൾക്കെതിരെ ഉണ്ടായിട്ടും ഇയാൾക്ക് എങ്ങനെ തൽസ്ഥാനത്ത് തുടരാൻ കഴിഞ്ഞു? സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. ഇതിന്റെ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട്. കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ.